Hello dear friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിദാറിന്റെ സ്വന്തം കുബൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും വളരെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ കുബൂസ് റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളം ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് ഇത് ഈസ്റ്റ് ആക്റ്റീവായി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഫെർമെൻ്റ് ആയി കിട്ടും. ഇനി നമ്മൾ ഈ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റും എടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ 3 കപ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫെർമെൻ്റ് ആയെന്ന് ഉറപ്പാക്കണം. ഒരുപാട് ചൂടുള്ള വെള്ളമാണെങ്കിൽ അത് ഫെർമെൻ്റ് ആയി കിട്ടത്തില്ല, ഡീആക്റ്റീവേറ്റ് ആയി പോവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മാവ് നമ്മളുടെ ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം. അതാണ് കുബൂസിൻ്റെ മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ടൊന്ന് അയഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയൊരു ഒട്ടലുള്ളൊരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് പുറമേ ഒന്ന് പുരട്ടി നന്നായിട്ട് അടച്ച് ഒരു 2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് നല്ലതായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കണം. ഒന്നെങ്കിൽ ഏതെങ്കിലും ടവൽ വെച്ചിട്ട് അടയ്ക്കാം, ഇല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ചാലും മതിയേ. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അയച്ചിട്ടെടുക്കാം. ഇനി ഈ മാവിനെ നമുക്ക് കുറച്ച് വലിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ബോളിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കാം. നമ്മുടെ കുബൂസിന് കുറച്ച് തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു കട്ടിക്ക് വേണം നമ്മൾ മാവ് പരത്താനായിട്ട്. അതിനാണ് കുറച്ച് വലിയ ബോൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ബോളുകളാക്കുന്ന സമയത്ത് കയ്യിൽ ചെറിയ ഒട്ടൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയും കൂടി ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുബൂസിൻ്റെ മാവ് കുറച്ചുകൂടെ നമ്മൾ ചപ്പാത്തിയെക്കാട്ടി കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടത്തുള്ളൂ. ഇതേ രീതിയിൽ ഞാൻ 6 ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തി പരത്തുന്ന സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഇതൊന്ന് പരത്താനായിട്ട് നമുക്കൊരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മളുടെ മൈദയുടെ പൊടിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ തിക്നെസ്സിൽ വേണം പരത്താനായിട്ട്. എളുപ്പത്തിൽ പരത്താൻ നമ്മുടെ മാവ് നന്നായിട്ട് അയഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതേ രീതിയിൽ എല്ലാം പരത്തിയിട്ടെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നന്നായിട്ട് പരത്തി പൊടി തട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ബോൾസും നന്നായിട്ട് പരത്തിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ കുബൂസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പരത്തുമ്പം തന്നെ നിങ്ങൾ ഓരോ കുബൂസും ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുക്കി വെച്ചിട്ട് ഒരിക്കലും ചൂടെടുത്ത് എല്ലാം കൂടി ഒട്ടിപ്പോവും. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ആ ഒരു ഒട്ടൽ മാറുന്നൊരു ടൈമിൽ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഒരുപാട് കളറൊന്നും മാറുന്നത് കുബൂസിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ 2 സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വലിയ ബബിൾ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ ആ പൊള്ളി വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ ഇങ്ങനെ ആ എയർ കയറിയിട്ട് നന്നായിട്ട് പൊള്ളി വരും. ഇങ്ങനെ നല്ലൊരു ബോളായിട്ട് തന്നെ വരും. അതാണ് കുബൂസിൻ്റെ കറക്റ്റ് ഒരു പാകം. അപ്പോൾ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ നന്നായിട്ട് ചുട്ടെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാ കുബൂസിനെയും നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ബോൾസായിട്ട് തന്നെ വരും. ഇതേ രീതിയിൽ ഞാൻ 6 ബോൾസിനെയും ചുട്ടെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ കുബൂസ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ടാണ് ഈ കുബൂസ് ഇരിക്കുന്നത്. 2 ലെയറായിട്ട് തന്നെ നമുക്കതിനിങ്ങനെ പിടിച്ച് നോക്കാവുന്നതാണ്, അത്രയ്ക്ക് സോഫ്റ്റാണ്. നമുക്ക് മയണൈസ് ഉണ്ടെങ്കിൽ കുബൂസിനോട് കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ റെസിപ്പി പോയി കാണാവുന്നതാണ്. അപ്പോൾ കുബൂസ് നമ്മൾ മെയിനായിട്ടും ഷവർമയ്ക്കും ഷവായിക്കും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷവർമയുടെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.